ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ മറയൂർ റൂട്ടിലാണ്. ഇപ്പോൾ ഈ റീലൊക്കെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ജക്രാന്ത കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മറയൂർ സൈഡിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഡെൻസായിട്ട് ജക്രാന്ത ട്രീസ് ഉണ്ട് ഞങ്ങൾ കേട്ടു. അപ്പോൾ അതാണ് ഈ റൂട്ടിൽ വരുന്നത്. ആൻഡ് ഇവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ദ വെദർ ഇസ് സോ ബ്യൂട്ടിഫുൾ, എവറിത്തിങ് ഇസ് സോ ഗ്രീൻ. നല്ല രസമാണ് കാണാനായിട്ട്. വഴിയിലൊന്നും ഒട്ടും വണ്ടികളില്ല, ആകെ 1-2 വണ്ടികൾ കാണാനുള്ളൂ. ബിക്കോസ് ഇതൊരു വെൻസ്ഡേ ആണ്. ഞങ്ങൾ വീക്ക് ഡേ ആണ് ട്രിപ്പ് വന്നിരിക്കുന്നത് ടു അവോയ്ഡ് ദി ക്രൗഡ്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്സിൽ ജക്രാന്ത വ്യൂ പോയിൻ്റ് എന്നുള്ളൊരു സ്പോട്ട് നോക്കി വന്നു. ആൻഡ് ഇവിടെ മൊത്തം ഈ മരങ്ങളാണ് ചുറ്റും. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് KTDC ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഫ്രൈഡ് റൈസ് എങ്ങനെയുണ്ട്? ചില്ലി ചിക്കൻ എങ്ങനെയുണ്ട്? ഞങ്ങളങ്ങനെ ലഞ്ച് കഴിച്ച് KTDC ഇറങ്ങി. ആൻഡ് ഭയങ്കര അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ലൈക്ക് അടുത്ത ടൈം ഇവിടെ വരുമ്പോൾ സ്റ്റേ അടിക്കണമെന്നാണ് പ്ലാൻ. അത്രയ്ക്ക് നല്ല സെറ്റപ്പാണ് ഇവിടെ മൊത്തം. ആൻഡ് ഫുഡ് വാസ് ഓൾസോ ക്വൈറ്റ് ഗുഡ്. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങൾ KTDC ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് നോക്കണം. മൂന്നാറിൽ ടോള് തുടങ്ങി ഗൈസ്. അതെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് മൂന്നാർ വരുമ്പോൾ ടോള് കാണുന്നത്. കുറച്ചാളായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഞങ്ങളപ്പോൾ റോഡ് സൈഡിൽ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ട് ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലേക്ക് വന്നു. നല്ല രസമുണ്ട്. ഫുൾ മൊത്തം ചുറ്റും ഗ്രീനറി. ഹൗ ഡു യു ഫീൽ? യെസ്. അങ്ങനെ ഗ്യാപ്പ് റോഡിൽ കൂടെ ഉള്ള യാത്രയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റിൻ്റെ അടുത്ത് ഉള്ള ചായക്കടകളിൽ നിർത്തി. ഇവിടുത്തെ പച്ചപ്പ് കണ്ടിട്ടും മതിയാവുന്നില്ല. ഞങ്ങളൊരു അടുത്ത ഫോട്ടോ സ്പോട്ടിലെത്തി. ഭയങ്കര അടിപൊളി. ഇപ്പോഴാണ് ഒരു തണുപ്പ് വന്നു തുടങ്ങിയത്. ഒരു വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു തണുപ്പായി തുടങ്ങി. ആൻഡ് നൗ ദ വെദർ ഇസ് പെർഫെക്റ്റ്. ഇത് എങ്ങനെ ഇറങ്ങും ഇങ്ങോട്ട്? ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട്, കുറെ പേര് ഫോട്ടോ എടുക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് എങ്ങനെ ഇറങ്ങുമെന്ന് തപ്പി ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോണോ അല്ലേ? അടിപൊളി. സ്വാമി 1
അമ്മിറ്റു നോനി ഉറങ്ങി. ഡിജു. നല്ല അടിപൊളി വൺ ഡേ ട്രിപ്പായിരുന്നു. ആൻഡ് വെൻസ്ഡേ ആയതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര ഒരു പീസ് ആൻഡ് കാം ആയിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ഇനിയും എപ്പോഴെങ്കിലും ഇതുപോലെ വരണം. ലീവ് എടുത്താണ് ഇവിടെ ഓരോരുത്തരൊക്കെ വന്നേക്കുന്നത്. ബട്ട് യാ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. സ്കൈ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ദാറ്റ്സ് ദി എൻഡ് ഓഫ് മൈ വ്ലോഗ്. ബൈ.